പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു യാത്രാ വിവരണമാണ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് രമാദേവി രവീന്ദ്രൻ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അവരുടെ ഒരു കഥാസമാഹാരം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകം കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ശ്രീമാൻ പന്നിയൻ രവീന്ദ്രനാണ് പ്രകാശനം ചെയ്തത്. നല്ല ഭാഷ. രമാദേവിയുടെ കഥകളിലൂടെ നമ്മൾ വായിച്ചതുപോലെ നല്ല ഭാഷ. ഒരു സഞ്ചാര സാഹിത്യം എന്നുള്ള രീതിയിൽ ഇതൊരു സർഗാത്മക കൃതി അല്ലെങ്കിൽ പോലും സർഗാത്മക കൃതിയെ പോലെയുള്ള ഒരു ഭാവുകത്വം ഈ കൃതിയിലുമുണ്ട്. ഈ കൃതിയിലൂടെ അവർ കണ്ട കാഴ്ചകൾ ഓരോന്നും നമ്മെ പറഞ്ഞു പരിചയപ്പെടുത്തുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നത് പോലെയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ കാശ്മീർ യാത്ര, ലഡാക്ക് യാത്ര, അതുപോലെ വിശുദ്ധ നഗരത്തിലേക്ക്, മനസ്സിൽ മഴവില്ല് വിരിയിച്ച് സ്വിറ്റ്സർലൻഡ് യാത്ര, അതുപോലെ പുരാതന അറബ് സംസ്കാരത്തിൻ്റെ നെറുകയിലേക്ക് ഒരു യാത്രാനുഭവങ്ങൾ തുടങ്ങി ഉള്ള യാത്രകളുടെ വളരെ കൃത്യമായ വിവരണമാണ് ഈ പുസ്തകത്തിൽ രമാദേവി എഴുതിയിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ അവിടെയൊക്കെ യാത്ര ചെയ്തതുപോലെയുള്ള ഒരു അനുഭവം വായനക്കാരനുണ്ടാകുന്നുണ്ട്. അതാണ് ആ എഴുത്തിൻ്റെ മേന്മ എന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ തീർച്ചയായുമുള്ള ഉറപ്പ്. അത് തീർച്ചയായും അങ്ങനെ ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ജെ സോമശേഖര പിള്ളയാണ്. ദൃശ്യ സൗന്ദര്യത്തിൻ്റെ അക്ഷരപ്പൊലിമ എന്ന ടൈറ്റിലിൽ അദ്ദേഹം എഴുതിയ അവതാരിക ഈ പുസ്തകത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ പുസ്തകം എന്താണെന്നും അതിൽ രമാദേവി നടത്തിയിട്ടുള്ള രചനാ വൈഭവം എന്താണെന്നും മനസ്സിലാക്കുവാൻ ഈ അവതാരിക കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മെലിൻഡ ബുക്സ് ആണ്. മെലിൻഡ ബുക്സ് തിരുവനന്തപുരമാണ്. ഈ പുസ്തകം നിങ്ങൾ വായിക്കുക, നിങ്ങൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുക. അവരിൽ നിന്നും മലയാള സാഹിത്യത്തിനേറെ പ്രതീക്ഷയുള്ള ഒരു എഴുത്തുകാരിയാണ്. അവരുടെ എഴുത്തുകൾ ഉത്തരോത്തരം വിജയിക്കുകയും മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ